പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ എന്നുള്ളത് ഷെരീഫ് കുറ്റൂരാണ്. മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റ്, ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നന്നമ്പ്ര ഡിവിഷനിലെ മെമ്പറും കൂടിയാണ് ഷെരീഫ് ഖാൻ. നമുക്കെല്ലാവർക്കും അറിയാം, പ്രസംഗവേദിയിൽ എല്ലാവരെയും വളരെ വൈകാരികപരമായിട്ട് ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മളൊക്കെ വായിപ്പിക്കുകയും ഒക്കെ ചെയ്ത അസാധ്യ വ്യക്തിത്വമാണ് ഷെരീഫ് ഖാൻ. ഷെരീഫ് ഖാൻ ഇപ്പോൾ നമ്മളെ ഒരു ഗവേണിംഗ് മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഒരു ത്രിതല പഞ്ചായത്ത് മേഖലയിൽ ഒരു ഭരണ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു യൂത്ത് ലീഗുകാരൻ, അതുപോലെ തന്നെ സൈദ്ധാന്തികപരമായിട്ട് ഒരുപാട് നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രസംഗപീഠത്തിലെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ നാട്ടുകാരുടെ ഇടയിൽ നിങ്ങളെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണം ഈ ഒരു വിഷയത്തിനെ പറ്റി എന്നുള്ള നിലയിലാണ് നമ്മളെ ചാനലിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഏതായാലും ആദ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാം നമ്മളെ ചാനലിലേക്ക്. സന്തോഷം. ഓക്കെ, ഷെരീഫ് ഖാൻ, കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുന്നേ നിങ്ങളൊരു ന്യൂസ് വായിക്കാനാണ് നമ്മളിതിന് പ്രേരകമായത്. ഒരു ജനസഭ, അങ്ങനെ തന്നെയാണോ? ജനസഭ ഒരു ജനസഭ നിങ്ങൾ ആസൂത്രണം ചെയ്ത്, അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ നിങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ട്, നിങ്ങളെ പ്രസംഗത്തിലൊക്കെ പല സ്വപ്നങ്ങളും നിങ്ങൾ പറയാറുണ്ട് നമ്മളോടൊക്കെ. എന്താണ് നിങ്ങളുടെ ഒരു പ്ലാനിങ്? എന്താ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത മലപ്പുറം ജില്ലയിൽ, അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഒരു പ്രതിപക്ഷം എന്നുള്ള ഒരു, എന്താ പറയാ, അല്ലേ, ഒരു പ്രതിപക്ഷം ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു പ്രയാസം നിങ്ങൾ നേരിടുന്നുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. എന്താണ് നിങ്ങളുടെ ഒരു ഞാൻ ആദ്യമായിട്ടാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വരുന്നത്. നീണ്ട വർഷത്തെ പൊതുപ്രവർത്തനം, പരിചയസമ്പത്തും അതുവഴി ഉണ്ടായ ഒരു അനുഭവവും നമുക്ക് കരുത്തായിട്ടുണ്ട്. MSF-ലും മുസ്ലിം യൂത്ത് ലീഗിലും വളരെ ഉന്നതമായ പദവികൾ വഹിക്കുകയും അതിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ആശയങ്ങളെ കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തത് ഒരു അനുഭവമാണ്. ആ അനുഭവ സമ്പത്തിന്റെ ഒരു കരുത്തിലാണ് സത്യത്തിൽ നമുക്കിപ്പോൾ ഒരു പ്രചോദനം കിട്ടുന്നത്. ഇപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് നൽകിയിട്ടുള്ള പരിഗണന, പാർട്ടി തന്നിട്ടുള്ള പരിഗണന, ഞാനെന്നൊരു വ്യക്തിക്ക് നൽകിയ പരിഗണനയായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. അത് മുസ്ലിം യൂത്ത് ലീഗ് ആ സംവിധാനത്തിന് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നൽകിയിട്ടുള്ള പരിഗണനയായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു പ്രതിനിധിയായി എനിക്ക് ലഭിച്ച ഈ അവസരത്തെ വളരെ ഭംഗിയിലും മികവാർന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, കടമയാണ്. കാരണം ചെറുപ്പക്കാർ വരണം, പുതുമുഖങ്ങൾ വരണം എന്ന് ഈ നാടൊട്ടുക്കും ആഗ്രഹിക്കുകയും, അത് ഏത് സംഘടനയിലും പുതിയ സാഹചര്യം തന്നെ അങ്ങനെ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരിൽ നിന്ന് നല്ല അജണ്ടകളുണ്ടാകും, ഭാവനകളുണ്ടാകും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണല്ലോ. തീർച്ചയായിട്ടും പുതിയ ശൈലി ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഈ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിക്കുമ്പോൾ പാർട്ടി അതൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവൻ മോശമായി എന്നൊരു തോന്നൽ പാർട്ടിക്കും പ്രവർത്തകർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ജനസഭ എന്ന പേരിൽ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത്. ജനസഭ, അപ്പോൾ ആ ജനസഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഡിവിഷനിലെ, നന്നമ്പ്ര ഡിവിഷനിലെ 61 പഞ്ചായത്ത് അംഗങ്ങളെയും 7 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഞാനും ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സാണ് ജനസഭ എന്ന് പറയുന്നത്. അവിടെ എല്ലാവരും വന്നു. ഓരോ പഞ്ചായത്തിനും വ്യത്യസ്ത സമയം ആണ് നൽകിയത്. കാരണം എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ അതൊരു അതിൻ്റെ ഒരു ഗൗരവം കുറയ്ക്കരുത് എന്നതുകൊണ്ടാണ് ഓരോ പഞ്ചായത്തിനും ഓരോ സമയം നൽകി. അവരൊക്കെ വളരെ ഭാവനാസമ്പന്നരാണ്. അവരൊക്കെ അവരുടെ വിഷൻ അവതരിപ്പിച്ചു. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അപ്പം എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒന്ന്, നന്നമ്പ്ര നല്ല ഒരു പ്രകൃതി സൗന്ദര്യം തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്.
അത് ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കാൻ ശ്രമിക്കണം. നടപ്പാക്കി കിട്ടാനുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവണം. അത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണെങ്കിൽ അങ്ങനെ നമ്മുടെ MLA-യും MP-യും ഈ കാര്യത്തിൽ വളരെ സപ്പോർട്ടഡ് ആണ്. അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ അങ്ങനെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ. ഇനി സർക്കാർ ഇതര സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ. ഇത് നമ്മളെ PPP എന്നൊക്കെ അങ്ങനെ പല പദ്ധതികളും പ്രൈവറ്റ് പബ്ലിക് പല ഒരുപാട് സംവിധാനങ്ങളുണ്ട്. CSR ഫണ്ടുകളുണ്ട്. സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മൾ നല്ല പ്രൊജക്ട് കൊടുത്താൽ അവരതിന് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്. അങ്ങനെ പല വഴികളുണ്ട്. ആ വഴികളൊക്കെ പോയി എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ മണ്ണിൽ പ്രാവർത്തികമാക്കാനും എനിക്കൊരു വോട്ട് തന്നത് പഴിച്ചിട്ടില്ലെന്ന് എനിക്ക് വോട്ട് ചെയ്തവർക്ക് മനസ്സുകൊണ്ട് തോന്നുന്ന വിധത്തിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറ്റാനുള്ള ഒരു പ്രയത്നം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അത് നിങ്ങൾ കാണുന്ന വല്ല പദ്ധതികളും നമുക്ക് ഒന്ന് പറയാൻ പറ്റുമോ? കാര്യം എന്താ വെച്ചാല് നമ്മുടെ അക്കമിട്ടിട്ടെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞെന്താ വെച്ചാല് നമ്മളൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ ആഫ്റ്റർ കോവിഡ് ഉണ്ടല്ലോ, ആഫ്റ്റർ കോവിഡ് നമ്മുടെ പ്രാദേശിക ടൂറിസത്തിന് വല്ലാതെ പ്രാധാന്യമുള്ള ഒരു, അത് നിങ്ങളുടെ ഡിവിഷനിൽ വല്ലാണ്ട് ഉണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ ഈ വികസനത്തിന്റെ ഒരു കൾച്ചർ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ നേരത്തെ പറഞ്ഞ ടൂറിസം പദ്ധതികൾ, കൊച്ചു ടൂറിസം പദ്ധതികൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും പല ഇതര ജില്ലകളിലേക്കും സ്റ്റേറ്റുകളിലേക്കൊക്കെ നാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ നിർമ്മിക്കപ്പെട്ട ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഭംഗി പോലും ആസ്വദിക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവരുടെ നാടുണ്ടല്ലോ, അത് അതിനേക്കാളും ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ അത് ആ രൂപത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്, ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് കൊച്ചു ടൂറിസം പദ്ധതികൾ വേണം. ഇപ്പം നന്നമ്പ്രയിൽ വിശാലമായ വയലാണ്, അവിടെ കൃഷി നടക്കുന്നുണ്ട്, ആമ്പൽപ്പാടങ്ങളുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ പ്രത്യേകതകളുള്ള ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ ആ ഭൂപ്രദേശത്തിൽ കൊച്ചു പ്രൊജക്റ്റുകളെ കൊണ്ടുവരണം. ഇപ്പോൾ വലിയ പദ്ധതികളും ഉണ്ട്, ജലസേചന പദ്ധതികൾ, വലിയ പദ്ധതികൾ അവിടെ ഉണ്ട്. മോര്യക്കാപ്പ് പദ്ധതി, കാപ്പ് പദ്ധതി, കുണ്ടൂർത്തോട് പദ്ധതികൾ, ഇങ്ങനെ ഒരുപാട് വലിയ പദ്ധതികളുണ്ട്. അതിൽ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ആൾക്കാരുടെ കാലം മാറി എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. തീർച്ചയായിട്ടും. അതിന്റെ അർത്ഥം ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് മാറ്റം വന്നു എന്നോ, അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിന്റെ കൾച്ചർ മാറിയെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം മനുഷ്യരുടെ സ്വഭാവത്തിലും ചിന്തയിലും ആറ്റിറ്റ്യൂഡിലും അവരുടെ ആഗ്രഹങ്ങളിലും ഒക്കെ മാറ്റം വന്നു, ചേഞ്ച് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹിക്കുന്ന പുതിയ വികസനങ്ങളുണ്ട്. ഉദ്യാനപാതകള്, നല്ല നടപ്പാതകള്, സൈക്കിൾ സവാരിക്ക് പറ്റുന്ന ഇടങ്ങൾ, പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ആ പ്രദേശത്തെ ഡിസൈൻ ചെയ്തെടുക്കുന്ന രീതി. കുളം, ഒരു കാലത്ത് കുളങ്ങളെ കൊണ്ട് നിറഞ്ഞൊരു ഭൂപ്രദേശമാണ് നമ്മളേത്. പിന്നീട് വന്ന ഒരു കാലം കുളത്തെ അവഗണിച്ചു, കുളത്തെ തൂർത്തു, പല കുളങ്ങളും മണ്ണിട്ട് മൂടി. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ നടത്തിയ ജനസഭയിൽ ചില അംഗങ്ങൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ വാർഡിൽ കുളമുണ്ട്, ആ കുളത്തെ വീണ്ടും പുനർനിർമ്മിക്കണം, എന്നിട്ട് നല്ല നീന്തൽക്കുളമാക്കണം, അവിടെ പിന്നെ നല്ല പ്രകൃതി സൗന്ദര്യമുള്ള രീതിയിൽ അവിടെ എന്താ പറയുക ചെറുപ്പക്കാർക്ക് വരാനും അല്പസമയം ചെലവഴിക്കാനും, അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ് അടക്കമുള്ള അവിടെ ആളുകൾ വന്നു പോകുന്ന രീതിയിലേക്ക് അതിനെ ഡിസൈൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൂർത്ത് ഇല്ലാതാക്കി വിട്ടേച്ച് കളഞ്ഞ കുളത്തെ വീണ്ടും കൊണ്ടുവരികയാണ്, വീണ്ടും പുനർനിർമ്മിക്കുകയാണ്, പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാവുകയാണ്, ഒരു പുത്തൻ രീതിയിൽ അത് ആവിഷ്കരിക്കുകയാണ്. റോഡ് ഉണ്ടാക്കുക, റോഡ് റീഡാറിങ് ചെയ്യുക, പിന്നെ അതിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി നടത്തുക, ഇതൊക്കെ ഒരു പരമ്പരാഗത വികസനത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ആ റോഡിന്റെ സൈഡിൽ ആളുകൾക്ക് നടക്കാനുള്ള വഴി വേണം. അവിടെ പിന്നെ ആൻഡ്രൈവ് വെക്കണം, പിന്നെ മറ്റ് പിന്നെ പൂച്ചട്ടികൾ വെക്കണം. എന്നിട്ട് മനുഷ്യരുടെ മാനസിക ഉല്ലാസത്തിന് കൂടി പാകമാകുന്ന രീതിയിലുള്ള ഒരു പുതിയ വികസന കൾച്ചർ നമ്മൾ നിർമ്മിച്ചെടുക്കണം. അപ്പൊ അങ്ങനത്തെ ആശയങ്ങൾ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് വരാൻ തുടങ്ങി. തോട്, അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ആ തോടിനെ അവഗണിക്കല്ല, ആ തോടിന്റെ സൈഡ് ഭിത്തി കെട്ടി അവിടെ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നടപ്പാതകൾ ഉണ്ടാക്കി അങ്ങനെ ഒരു നല്ലൊരു സൗന്ദര്യാവസ്ഥ സൃഷ്ടിക്കണമെന്ന പുതിയ സാധനം വരികയാണ്. ഇന്നലെ തന്നെ ഞാന്
നിങ്ങളെ ഡിവിഷന്റെ ഭാഗമാണല്ലോ നമ്മുടെ ചമ്മാടന് കഴിഞ്ഞിട്ട് ഈ വഞ്ചാലി പാടത്തിന്റെ അതെ ഒരു ഭാഗം മുഴുവൻ. അവിടുന്ന് ഏകദേശം രാത്രി 12:30 വരെ കുട്ടികളൊക്കെ ആ ഭാഗത്ത് ഇരിക്കുകയാണ്, ചായയും കുടിച്ച് കോഫി കുടിച്ചിട്ട്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കൾച്ചർ ഒന്നുള്ളത് ഈ സ്ട്രീറ്റ് ടൂറിസം ഉള്ളത് നമ്മുടെ സിംഗപ്പൂരിലും മലേഷ്യയിലും മാലിദ്വീപ്സിലൊക്കെ ഉള്ളത്. പിന്നുള്ളത് ഇപ്പൊ അടുത്തായിട്ട് നമ്മളെ കോഴിക്കോട് തന്നെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു. നൈറ്റ് ലൈഫ്. പക്ഷെ നമ്മളെ മൂക്കിന്റെ താഴത്ത് ഇങ്ങനൊരു സംഗതി ഇവിടുന്നാണ് അവര് കോഴിക്കോട് പോണത്, ഇവിടുന്നാണ് പോണത്, വയനാട് പോണത്, പല പ്രദേശത്തും പോണത്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് ചായ കുടിക്കാനാ പോണ്ട്, ചായ കുടിക്കാൻ. വയനാട് ചുരത്തിന്റെ മേലെ അതായത് 20 രൂപയുടെ ചായ കുടിക്കാൻ 1000 രൂപക്ക് പെട്രോൾ അടിച്ചിട്ട് ഇവര് പോവുകയാണ്. പക്ഷെ അത് അവിടെ ഒരു സാധനമുണ്ട്, അവളുടെ മനസ്സിൽ ഒരു വസ്തുത ഉണ്ട്. അതിങ്ങനെ ആസ്വദിച്ച് നല്ല മാനസിക ഉല്ലാസം കിട്ടും, മനസ്സിന്റെ ഒരു ശാന്തത കിട്ടും, കുറച്ച് സമയം ഒഴിഞ്ഞിരിക്കുക, വർത്താനം പറയാം. ഞാനൊരു കാര്യം കൂടി പറയട്ടോ, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഈ വികസനത്തിനൊക്കെ വലിയ പങ്കുണ്ട്. കുറച്ചൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കുക, കൂട്ടത്തിൽ കൂടി സംസാരിച്ചിരിക്കുക, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളുള്ള സ്ഥലത്ത് പോയിട്ടിരിക്കുക. കണ്ടില്ലേ, ആളുകൾക്ക് വലിയ രോഗം വരുന്നു, ആ രോഗം സ്ട്രോക്ക് രോഗം വർദ്ധിച്ചിരിക്കുന്നു, ആ ടെൻഷൻ വർദ്ധിച്ചിരിക്കുന്നു. ഇതൊക്കെ മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുകയാണ്. അപ്പൊ ആരോഗ്യത്തിന് സംരക്ഷണം നൽകുന്ന, മനസ്സിന് ശാന്തത നൽകുന്ന രീതിക്ക് കൂടി നമ്മുടെ വികസനത്തെയും കൊണ്ടുവരാം. ഈ കുട്ടികൾ അവിടെ ഒന്നും പോകണ്ട, അതിനേക്കാളും ഭംഗിയുള്ള ഭൂമിയാണിത്, അവരുടെ സ്വന്തം നാട്, അവരുടെ ജീവിത പരിസരം. ടൂറിസം മേഖലയില് ഈ പഠനം നടത്തിയ പലരും പറയും കേരളം മലേഷ്യ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാലദ്വീപ്സ് പോലെ തന്നെയാണ് കേരളം. ഞാൻ ഏതായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഡിസൈനിങ്ങിന്റെ പ്രശ്നം, അതായത് ഡിസൈൻ ചെയ്യണം. ഞാൻ ഏതായാലും ഇതിന്റെ ഒക്കെ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക, എന്നിട്ട് എവിടെ നിന്നാണോ ഫണ്ട് കിട്ടുന്നത് അവിടേക്കൊക്കെ പോവുക. നിതാന്തമായ ശ്രമം. ഇതിൽ വേറെ സംഗതിയും കൂടി ഉണ്ട്. ഇത് വളർന്നു വരുമ്പോ ജോലി സാധ്യതയും ഓണ്ടർപ്രണർഷിപ്പ് ജോലി സാധ്യത കൂടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നാട്ടില് ഈ കൾച്ചർ സ്പേസുകൾ വേണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ലൈബ്രറി, ആ പരിസരത്ത് തന്നെ ചെറിയ ചെറിയ ഫംഗ്ഷനുകളൊക്കെ നടത്തി സന്തോഷം പങ്കിടാൻ. ഈ ജീവിത പരിസരത്തുള്ള ഒരാളുടെ ബർത്ത്ഡേ, വീട്ടിലൊക്കെ നന്നായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അത് ഈ കൾച്ചർ സ്പേസിൽ വന്നിട്ട് ആഘോഷിക്കട്ടെ, അവരാഘോഷിക്കട്ടെ. അപ്പൊ അവരുടെ ജന്മദിനം നാട് ആഘോഷിക്കട്ടെ. അപ്പൊ നമ്മളെ നാട്ടില് ഒരാൾ മരണപ്പെട്ടാൽ നമ്മളെല്ലാവരും ആ വീട്ടിൽ പോവില്ലേ, നമ്മൾ യാത്രയേക്കാൻ പോവില്ലേ. മരണം പോലെ പ്രധാനമാണ് ജനനവും. അപ്പൊ ജനിച്ച ഒരു വർഷം നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് നാട് കാണട്ടെ. അപ്പൊ അവർക്കൊരു ഒരു സ്പേസ് ഉണ്ടാവണം. അങ്ങാടികൾ ഇല്ലാതാവുകയാണ്, ഗ്രാമങ്ങൾ ഇല്ലാതാവുകയാണ്, ഇതൊക്കെ മാളുകളിലേക്ക് വൈമാറുകയാണ്. ഒരു മാള് സംസ്കാരം വന്നു. അപ്പൊ എന്ത് ചെയ്യണം, അതിന് സമാനമായ പൊതു ഇടങ്ങളെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവിടെ ലൈബ്രറി ഉണ്ടാവണം, ഇരിപ്പിടങ്ങൾ ഉണ്ടാവണം, പിന്നെ അവർക്ക് കുറച്ചൊക്കെ ഒന്ന് ചെലവഴിക്കാനുള്ള ഒരു പിന്നെ ഭംഗി ഉണ്ടാവണം. ആ രീതിക്കുള്ള നല്ല കൾച്ചർ സ്പേസുകൾ ഉണ്ടാവണം. നന്നായിട്ട് വായിക്കാൻ കഴിയുന്ന വിശാലമായ ലൈബ്രറി ഉണ്ടാവണം, അവിടെ കോഫി ഷോപ്പ് ഉണ്ടാവണം, ചായക്കട ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള വളരെ വലിയ കാഴ്ചപ്പാടുകൾ ഇപ്പൊ ഉയർന്നു വരുന്നുണ്ട്. എന്റെ മനസ്സിൽ അത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലയില് കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖല ഞാൻ സ്വയം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള, ഇപ്പം ഈ അടുത്തിടെയായിട്ട് നമ്മളൊക്കെ കാണാം ഈ സിലിക്കൺ വാലി സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലൊക്കെയാണ് വിദ്യാഭ്യാസത്തിന് വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് അല്ല നമ്മുടെ വിദ്യാഭ്യാസത്തെ മോൾഡ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഏറ്റവും കാര്യം, ഞാനിപ്പോ 2-3 വിദഗ്ധ സംഘവുമായിട്ട് ഇരുന്നു, സംസാരിച്ചു. നന്നമ്പ്രയിലെ കുട്ടികളുടെ മുഖം തന്നെയാണ് മനസ്സിലുള്ളത്. അവരെനിക്ക് ആ നാട് എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസമുണ്ട്. ഇനി എൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം നന്നമ്പ്ര ഡിവിഷനാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന് സർക്കാരിനെയും ജില്ലാ പഞ്ചായത്തിനെയും ഒന്നും കാത്തു നിൽക്കാതെ അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം. എന്തായിരിക്കും അത് ഒന്ന്, നമ്മുടെ NSS കുട്ടികളുണ്ട്, NSS വളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരൊരു സ്വയം സന്നദ്ധമായി വന്നവരാണ്. അവരിൽ കാണുന്നത് ആത്മസമർപ്പണമാണ്. അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പദ്ധതി പിന്നെ അവരുടെ കോർഡിനേറ്റേഴ്സായിട്ടൊക്കെ ആലോചിച്ച് എത്രയും പെട്ടെന്ന് അവരുടെ ഒരു യോഗം ചേർന്ന് എൻ്റെ മനസ്സിൽ ചില പദ്ധതികളുണ്ട്, അത് അവരുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അതല്ലാതെ അവരെ ഒന്നും കൂടി സാമൂഹ്യ പ്രതിബദ്ധതയിലേക്കും പിന്നെ വിശാലമായ കാഴ്ചപ്പാടിലേക്കും ഉയർത്തിക്കൊണ്ടുവരാവുന്ന പദ്ധതികളാണ്. ഞാനത് അങ്ങനെ അങ്ങോട്ട് തുറന്നു പറയാത്തത് അതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഉള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അതൊരു പൂർണ്ണത നമ്മളെ സംബന്ധിച്ചോ സന്തോഷമാണ്.
കുട്ടികൾക്ക് പ്രതീക്ഷിക്കാലോ. പിന്നെ അവർക്ക് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും AI-യുടെ ഒരു വിശാലമായ ലോകത്തേക്ക് അവരെ കൊണ്ടുവരണം. അവരെയും റോബോട്ടിക്കുകളും എല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ സാധനമാണ് ഞാൻ ഇപ്പോൾ പ്രഥമഘട്ടത്തിൽ മനസ്സിൽ കാണുന്നത്. പിന്നെ SSLC കഴിഞ്ഞ കുട്ടികളും +2 പരീക്ഷ കഴിഞ്ഞ കുട്ടികളും സത്യം പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്നവരാണ്. ഒരു 3 കോടിയെടുത്ത് നിൽക്കുന്നവരാണ്. അവർക്ക് ഇനി എങ്ങോട്ട് പോകണം, ആ ഒരു വഴിയെ കാണിച്ചു കൊടുക്കല് നമ്മളെ പോലുള്ള ജനപ്രതിനിധികൾ ചെയ്യേണ്ട ഒരു ദൗത്യമാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ പരിശീലനങ്ങളും ക്ലാസ്സുകളും അവർക്ക് കൊടുക്കണം. അതിനൊക്കെ നല്ലൊരു മാത്രമേ നമ്മളെ മുന്നിൽ തന്നെ നജീബ് കാന്തപുരം തീർച്ചയായിട്ടും അദ്ദേഹം അത് കുറച്ച് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു പൈലറ്റ്, നമുക്ക് വേണമെങ്കിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ പദ്ധതികളും എടുക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കുറച്ച് പിന്നെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ കേന്ദ്ര സർവകലാശാലകളിലേക്ക് നന്ദമറയിൽ നിന്ന് കുറച്ച് കുട്ടികളെ കൊണ്ടുപോകണം നമ്മൾ. തീർച്ചയായിട്ടും അവര് അവിടെ പോട്ടെ, അവരെ പഠിക്കട്ടെ. പഠിച്ച് അവർ തിരിച്ചു വരുമ്പോ അവർക്കൊപ്പം നാട് വളരുകയാണ്, ഫാമിലി വളരുകയാണ്. അതുപോലെ തന്നെ എല്ലാം ആഗ്രഹിക്കാം. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, വിമാനം പറത്തുന്ന ഒരു 10 കുട്ടികളെങ്കിലും എൻ്റെ ഡിവിഷനിൽ നിന്നുണ്ടാവണം എന്ന്, ഒരു 10 പൈലറ്റുമാരെങ്കിലും ഉണ്ടാവണം എന്ന്. അതിനുവേണ്ടി പരിശീലനം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇവിടെ. അവരുമായിട്ട് സംസാരിക്കണം, അവരുടെ സഹായത്തോടു കൂടി ചെയ്യണം. അങ്ങനെ ഒരു ബൃഹത്തായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു ബൃഹത്തായ ഒരു പ്രൊജക്ടിന്റെ പണിപ്പുരയിലാണ് ഞാനുള്ളത്. അപ്പൊ അത് പല വിദഗ്ധരുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ടീമിനായിട്ട് സംസാരിച്ചു. എൻ്റെ സുഹൃത്താണ് ഒമർ അബ്ദുസലാം, AI ഉണ്ട്. അപ്പൊ അവരായിട്ട് സംസാരിച്ചു. പല ടീമുകളായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് വരുന്നേ ഉള്ളൂ. അത് അങ്ങനെ അവർക്ക് വേണ്ടി മാത്രം, അതിനാരെയും കാത്തിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് നാട് നേരിടുന്ന വല്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പൊ ഈ കമ്മ്യൂണൽ ഇഷ്യൂസും സോഷ്യൽ മീഡിയ വഴിയുള്ള കമ്മ്യൂണൽ ഈ തെറിവിളികളും ചിന്തകളൊക്കെ വളർന്നു. ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഈ പ്രത്യേകിച്ച് നമ്മളെ ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥികള് യുവജനങ്ങളുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ച് യുവജന നേതാവായി വളർന്നു വന്ന ആളാണ്, അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റുന്നത്, അങ്ങനെ വല്ലതും പ്രത്യേകിച്ച് ഞാനൊക്കെ മനസ്സിലാക്കുന്ന ഇതന്നെ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, രാജ്യത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമാവണം നമ്മൾ എന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ ഈ ഗവൺമെന്റ് സർവീസിലേക്ക് UPSC ആയാലും PSC ആയാലും ആ ഒരു സംവിധാനത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ പബ്ലിക് സെക്ടറിലും ഒരുപാട് സാധ്യതകൾ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ വല്ലത് എൻഗേജ്മെന്റും കൊടുക്കും. അല്ല, ഒരു വലിയ ചിന്തയായിട്ട് വരേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു സൈബർ സാക്ഷരത നമുക്ക് ആവശ്യമാണ്. അത് ഒരു വിശാലമായ ലോകമാണ്, അനന്തമായ സാധ്യതകളാണ്, വലിയ അറിവാണ്, ആഴമുള്ള അറിവാണ്. അതൊക്കെ വിട്ടേച്ച് അതിനെ വേറൊരു തലത്തിലേക്ക് മാറ്റി ആരോഗ്യത്തെ ബാധിക്കുന്നു, ജീവിതത്തെ ബാധിക്കുന്നു, സാമൂഹിക അന്തരീക്ഷത്തെ ബാധിക്കുന്നു എന്ന രീതിയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ അതിൻ്റെ ശുദ്ധിയിലേക്കും സാധ്യതകളിലേക്കും വിശാലതയിലേക്കും കൂട്ടിക്കൊണ്ടുവരണം. ഒപ്പം അവിടെ മാത്രം പോരാ, ഈ ചുറ്റുവട്ടത്തേക്കും അവരുടെ ജീവിത പരിസരത്തേക്കും അതിൻ്റെ ഭംഗിയിലേക്കും അവരെ ശ്രദ്ധിച്ച് അവരുടെ സമയത്തെ വേറെ ചില സ്ഥലങ്ങളിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരുടെ മുന്നിൽ പിന്നെ ഒരു പദ്ധതി അവതരിപ്പിക്കുകയാണ് ആവശ്യം. അങ്ങനെ അവതരിപ്പിച്ചാൽ ചെറുപ്പക്കാർ വരും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ജനസഭ നടത്തുന്നതിന് മുമ്പ് ഞാൻ UDFന്റെ മുതിർന്ന നേതാക്കളുമായിട്ട്, ആദ്യ നിരയിലുള്ള നേതാക്കളുമായിട്ട് ഒന്നിരുന്നിരുന്നു. കാരണം ആ മുന്നണിയുടെ കാൻഡിഡേറ്റ് ആയിട്ടാണ് ഞാൻ മത്സരിച്ചത്. അതുകൊണ്ട് അവരുമായിട്ട് ഇരുന്നിരുന്നു. ഇങ്ങനെ ഒരു ജനസഭ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആശയം എൻ്റെ പാർട്ടി നേതാക്കളുമായിട്ട് പങ്കുവച്ചിരുന്നു. അവർ കേട്ടപാട് അതിന് അനുമതി തന്നു. UDFന്റെ ആദ്യ നിരയിലുള്ള ലീഡേഴ്സുമായിട്ട് ചേർന്നിരുന്നു. അതിൻ്റെ 2ാം ഘട്ടം എന്ന നിലയിൽ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കാരണം ഈ പദ്ധതികളുടെ ഒക്കെ പൂർത്തീകരണത്തിനും നടത്തിപ്പിനും കൂടെ നിൽക്കേണ്ടവര് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളാണ്. ജനങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് അവർക്ക് വോട്ട് ചെയ്തത്. 3 പേരാണ് തിരഞ്ഞെടുത്തത്. ആ 3 പേരാണ് ഞങ്ങൾ. അപ്പൊ 2ാം ഘട്ടം അവരുമായിട്ടാണ് ചേർന്നിരിക്കേണ്ടത്. അപ്പൊ അവര് വളരെ പോസിറ്റീവായിട്ട് കുറെ ആശയങ്ങൾ പങ്കുവെച്ചു. 3ാം ഘട്ടം എന്ന നിലയിൽ ചെറുപ്പക്കാരുടെ ഒരു ഡിസ്കസ് കൂടി, അവരും കൂടി ഒരു അഭിപ്രായം എടുക്കുന്ന ഒരു രീതി വെച്ചിട്ടുണ്ട്. മറ്റൊരു ഘട്ടം എന്ന നിലയിൽ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളെ ഞങ്ങള് സത്യത്തിൽ എല്ലാവരും ഇലക്ഷന്റെ മുന്നെയാണ് സന്നദ്ധ സംഘടനകളെ കാണാനും
അവരുടെ യോഗം വിളിക്കാനും ഒക്കെ ശ്രമിക്കാറുള്ളത്. കാരണം അതെ. ഒരു വോട്ട് എന്നുള്ള രീതിയിൽ. കിട്ടുകയെന്നുള്ള. പക്ഷെ ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. പക്ഷെ അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയൊരു വിഭാഗം ജനങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിജയം തെളിയിക്കുന്ന ഒരു കാര്യം. അപ്പം അതുകൊണ്ട് സന്നദ്ധ സംഘടനകളുടെ ഒരു യോഗം വിളിച്ച് ഇനിയുള്ള യാത്രയിൽ അവരെയും കൂടി ചേർത്ത് പിടിച്ച് അവരെയും കൂടി കൂടെ കൂട്ടി മുന്നോട്ട് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ആലോചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നന്നമ്പർക്ക് വേറെ പ്രത്യേകത ലോകശ്രദ്ധ നേടിയ ഈ ഇരട്ടക്കുട്ടിയുടെ നാട് എന്നുള്ള നിലയ്ക്ക് കൊടിഞ്ഞി ആ പ്രദേശം, അത് നിങ്ങളെ ഡിവിഷനിലാണ്. പക്ഷെ അതിങ്ങനെ ചില സമയങ്ങളിൽ പത്രങ്ങളിൽ വരിക എന്നല്ലാതെ ഒരു ശാസ്ത്രീയപരമായിട്ടോ അതല്ലെങ്കിൽ എന്താ പറയുക രേഖാമൂലമോ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുക്കാൻ പറ്റുന്ന വല്ലതും അതിൽ വല്ലതും ഉണ്ടോ എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അത് ആലോചിച്ചിരുന്നു. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ചിലപ്പോൾ പത്രങ്ങൾക്ക് ചെറിയ വാർത്താവും, ചില ചാനലുകൾ അതൊരു ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു അത്ഭുതവും കൗതുകവും നിറഞ്ഞൊരു വാർത്തയാണ് അത് ലോകം അറിയണം. അതിനെക്കുറിച്ച് നല്ല പഠനങ്ങൾ നടക്കണം. വിദേശികളൊക്കെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാം, BBC-ലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പല പഠനങ്ങളും നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുൻകൈ എടുത്ത് നല്ല പഠനങ്ങൾ നടത്തി ആ വിഷയത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം. ഒരു പഠന സംഘത്തെ തന്നെ നിയമിച്ച് അതിനെക്കുറിച്ച് നല്ല ഗവേഷണം നടക്കേണ്ടതുണ്ട്. അത് നമ്മള് അതൊക്കെ ടൂറിസത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നതോടുകൂടി ഒന്നും കൂടി അതിന്റെ ഒരു വിശദമായ ധാരകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അത് ആലോചനയിലുണ്ട്. പിന്നെ ഈ ഹെറിറ്റേജ് ടൂറിസം, അതുപോലെ തന്നെ എക്കോ ടൂറിസം, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും പറഞ്ഞു പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം അല്ല വേണ്ടത്. പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞ പ്രകൃതിയിൽ നിന്ന് തന്നെ അതിനാണ് നാട്ടില് സാമ്പത്തിക വിനിമയം വർദ്ധിപ്പിക്കാനും. നമുക്ക് കൃത്രിമമായിട്ട് ഒന്നും നിർമ്മിക്കേണ്ടതില്ല എന്നുള്ളത് എല്ലാം നമ്മളെ കയ്യിലുണ്ട്. മറ്റുള്ള സ്ഥലത്തൊക്കെ ഒരു പൂന്തോട്ടായാൽ പോലും ഇത് കൃത്രിമമായിട്ട് നിർമ്മിച്ചുണ്ടാക്കണം. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഈ പ്രകൃതിയിൽ അതുണ്ട്, അതിനെ സംരക്ഷിക്കുക. അതാണ് നമ്മുടെ പദ്ധതി. നന്നമ്പ്ര ബ്രാൻഡുകൾ ഉണ്ടാക്കാം. നല്ല നെല്ല് ഉണ്ടാകുന്നുണ്ട്. ആ നെല്ലുകളുടെ പേരൊക്കെ ഞാൻ പഠിച്ചിരുന്നു. പല ഇനം നെല്ലുകള് കർഷകരുമായിട്ട് വല്ല കർഷകർക്ക് ഡിസ്കസ് മാത്രമല്ല, എന്റെ ആലോചനയിൽ ഞാൻ വേണമെങ്കിൽ തുറന്നുകൊണ്ട് പറയാം. അവർക്ക് വേണ്ടി വലിയൊരു എക്സ്പോ തന്നെ സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. കാർഷിക രംഗത്ത് പ്രാവീണ്യമുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളെ നന്നമ്പ്രയിൽ കൊണ്ടുവന്ന് 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്യിപ്പിച്ച് അവിടെ നമ്മുടെ കർഷകരെയും കൂടി അവരുമായിട്ട് മിങ്കിൾ ചെയ്യിപ്പിച്ച് വലിയൊരു എക്സ്പോ തന്നെ അതിന് ഒരുക്കണം എന്നുള്ള സത്യത്തിലെ ഇലക്ഷൻ സമയത്ത് എൻ്റെ ഒരു ചിന്ത. ഞാൻ അതിനുള്ള ആലോചനകളിലേക്കും കൂടി പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതൊന്നും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടല്ല, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മറ്റിതര സംവിധാനങ്ങളുടെയും വ്യക്തികളുടെയും ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഒരു വിശാലമായ കൃഷിയുമായി ബന്ധപ്പെട്ട വിശാലമായ ഒരു ലോകം. പിന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പഠിക്കണം. ജനസഭയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നിരുന്നു. അത് കുറെ സംഗതികളുണ്ട്. ഈ ജനസഭ ഇനി ഉണ്ടാവോ? വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് ചേരണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പൊ നമ്മളൊരു ആശയത്തെ രൂപപ്പെടുത്തിയതാണ്, എല്ലാരും കേട്ടതാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ അംഗങ്ങളോട് പറഞ്ഞു, അവർക്ക് പറയാനുള്ളത് അവർ എന്നോടും പറഞ്ഞു. എന്നെക്കാളും വളരെ ഭാവനാസമ്പന്നരായവർ പഞ്ചായത്ത് തലത്തിലേക്ക് ജയിച്ചവരുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടു, അവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പോ ഇനി ഒരു വർഷം കൂടുമ്പോഴെങ്കിലും ഇതിന്റെ റിവ്യൂ മീറ്റിങ്ങുകൾ നടക്കണം, പോരായ്മകൾ നികത്തി പോകണം. വളരെ പ്രൊഫഷണൽ ആണ്. അപ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് പോകലാണ് പുതിയ കാലം. ഇത്രയും നേരം പറഞ്ഞ സത്യം പറഞ്ഞാൽ എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തന്നാണ്. ഇനി എന്തെങ്കിലും തെരഞ്ഞെടുത്ത ജനങ്ങളോട് അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളോട് പറയാനുള്ളത്, ജനങ്ങൾക്ക് ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാം, അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാം. പോരായ്മകൾ, ഇപ്പൊ എൻ്റെ പോരായ്മകൾ വേറെ ഒരാളോട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതൊരു സംസാരം മാത്രമാണ്. എൻ്റെ പോരായ്മകൾ എന്നോടാണ് പറയേണ്ടത്. അപ്പോൾ അത് എനിക്ക് ബോധ്യപ്പെടും, ഞാനത് തിരുത്തും. പിന്നെ എനിക്ക് ചില ആശങ്കകളുണ്ട്. മനുഷ്യർ പല സ്വഭാവക്കാരാണ്, പല ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്.
എത്ര നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാലും രണ്ടഭിപ്രായങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ അഭിപ്രായങ്ങളാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മാനസികാവസ്ഥയെ തകർക്കുക. ഇപ്പം ഞാൻ ജനസഭയിൽ വന്നാൽ തന്നെ അതിന് രണ്ടഭിപ്രായം ഉണ്ടാവും. എന്തിനാ ഇപ്പം ജനസഭ? ഇതിൻ്റെ മുമ്പുള്ളവരൊക്കെ അത് ചെയ്തിട്ടുണ്ടോ? അത് ചോദ്യമാണ്. ഇതിൻ്റെ മുമ്പുള്ളവരൊക്കെ അത് ചെയ്തിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ഉണ്ടാവും. അത് നിരന്തരമായിട്ട് വരും. അല്ലെങ്കിൽ അപ്പം നമ്മളൊന്നും വേണ്ടേ, എല്ലാവരെയും കൂടി ജനസഭ കുളിക്കാൻ കഴിയുമോ? അതിന് പറ്റുന്ന ഒരു അതോറിറ്റി അല്ല സംവിധാനം. അങ്ങനത്തെ കുറേ സംഗതികൾ. അപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ നാടിനു വേണ്ടി, ആ നാട്ടുകാർക്ക് വേണ്ടി ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ മോശപ്പെട്ട ഒരു ജനപ്രതിനിധിയാണെന്ന് ഒരിക്കൽ ഒരാൾ പോലും പറയാത്ത വിധം എൻ്റെ പ്രവർത്തനത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ 5 വർഷം കർമ്മനിരതനാകേണ്ട ഒരാളാണ്. അതിന് ചുറ്റുവട്ടത്ത് നിന്നുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ച് ഇതൊരു എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ചെയ്ത് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോവുക. അല്ലാഞ്ഞാൽ നമ്മൾ വഴിയിൽ നിൽക്കേണ്ടി വരും. കാരണം പിന്നിന്ന് വല്ലാതെ വിളി വരും, നിരുത്സാഹപ്പെടുത്തൽ വരും. അതൊക്കെ എനിക്ക് വലിയ ധാരണ ഉണ്ട്. അതിന് നാട്ടുകാരുടെ ഒരു സഹായം, സപ്പോർട്ട്. എൻ്റെ പാർട്ടി ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി എൻ്റെ കൂടെ ഉണ്ട്. അതിലെനിക്ക് വലിയ സംതൃപ്തി ഉണ്ട്. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ജനപ്രതിനിധികളോട് ആളുകൾക്ക് ഒരു കോമൺ ഭാഷ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പരസ്പരം കണ്ടാൽ ഒന്ന് സലാം ചെല്ലും, അല്ലെങ്കിൽ ഒരു നമസ്കാരം പറയും. എന്നിട്ട് അടുത്ത നമ്മുടെ ഒരു ചോദ്യം, സുഖമല്ലേ, എന്താ വിശേഷം എന്നാണ്. പക്ഷെ ഒരു ജനപ്രതിനിധികളുടെ ആൾക്കാർ ചോദിക്കണത്, എവിടെ ഒരു വിവരവും ഇല്ലല്ലോ, കാണുന്നില്ലല്ലോ. ആ സ്ലാഗ് തന്നെ പഠിച്ചു, ആ സ്ലാഗ് ഉണ്ടായി വന്നിട്ടുണ്ട്. അതങ്ങനെയാണ്. അപ്പോൾ അവർക്ക് നമ്മളിലുള്ളൊരു അവകാശമാണത്. അപ്പോൾ സത്യത്തിൽ തലേ ദിവസം കണ്ടു പിരിഞ്ഞതായിരിക്കും, പിറ്റേന്ന് രാവിലെ കാരം. അപ്പം ഞാൻ തന്നെ ഒരു സ്ഥലത്ത് പോയി, ഞാൻ ജയിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 13-ാം തീയതിയാണല്ലോ റിസൾട്ട് വന്നത്. 16-നോ 17-നോ അങ്ങാണ്ടാണ്. ഒരു മരണ വിട്ട് പോയിട്ട് ഇറങ്ങുമ്പോൾ എന്നോട് ഒരാൾ, അന്ന് കണ്ടതാണല്ലോ, ഏത് 2 ദിവസം ആയിട്ടുള്ളൂ, അന്ന് കണ്ടതാണല്ലോ. അപ്പം അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കേണ്ടി വരും. അത് ആൾക്കാർ ചോദിക്കും. പിന്നെ കണ്ടതാണ്, എവിടെയാണ് വരേണ്ടത് അവിടെ ഞാൻ ഉണ്ടാവും, എവിടെയാണ് പോകേണ്ടത്, എന്ത് പ്രവർത്തനമാണ് ചെയ്യേണ്ടത് അവിടെ ഉണ്ടാവും. അങ്ങനെ ജനങ്ങൾക്കൊപ്പം ഈ 5 വർഷം പ്രവർത്തിച്ച് ചില കാര്യങ്ങൾ ചെയ്ത് അടയാളപ്പെടുത്തി തിരിച്ചു പോകണം നന്ദമ്പ്രയിൽ നിന്നാണ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരാൾ ഇവിടെ ജനപ്രതിനിധി ആയിരുന്നുവെന്ന് സംതൃപ്തിയോടുകൂടി ജനങ്ങൾ ഓർക്കുന്ന രീതിയിലേക്ക് എൻ്റെ കർമ്മമണ്ഡലം മാറ്റണമെന്ന നല്ല ഉദ്ദേശമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. ചില ചോദ്യങ്ങളൊക്കെ ഷെരീഫ് ഖാനോട് ചോദിക്കാനുണ്ടായിരുന്നു. അതെല്ലാം ചോദിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഏതായാലും ഇത്രയും നേരം നമ്മളോട് നിങ്ങളുടെ ഭാവനകൾ, നിങ്ങളുടെ അജണ്ടകൾ, അതുപോലെ തന്നെ വരാൻ കിടക്കുന്ന പല പദ്ധതികളും അത് ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ പറഞ്ഞു. അതെ. ഇനി ഷെരീഫ് ഖാന്റെ ഓരോ സംസാരങ്ങളും ഉള്ളിൽ തട്ടി വളരെ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ ഇത്രയും കാലം യൂത്ത് ലീഗിന്റെ പ്രവർത്തന മേഖലയിലൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും വെറുതെ ആവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാട്ടെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം കൂടി, ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ പുതിയ കാര്യമാണ്. അതെ. പുതിയ പദ്ധതികളെ കുറിച്ച്, പുതിയ ആശയങ്ങളെ കുറിച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. ഇവിടുത്തെ റോഡ്, തോട്, കുടിവെള്ളം, ജലസേചന പദ്ധതികള്, കൃഷി, അങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തു പോകേണ്ട വികസനത്തിന്റെ വിശാലമായ വേറൊരു ലോകമുണ്ട്. അതൊന്നും ശ്രദ്ധ ഉണ്ടാവൂലേ? അത് നിർബന്ധമായിട്ടും ശ്രദ്ധ ഉണ്ടാവേണ്ട കാര്യമാണ്. അത് നമ്മൾ അടിസ്ഥാന വിഷയം മാത്രമല്ല, അത് നമ്മൾ പരമ്പരാഗതമായിട്ട് തുടർന്നു പോരുന്ന ഒരു വികസനങ്ങളാണ്. അതിൽ നമുക്ക് വിട്ടുമാറാൻ പറ്റൂല. കാരണം നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ കാലാവസ്ഥ, ഇതൊക്കെ അങ്ങനെയാണ്. ഒരു റോഡ് ധാർ ചെയ്താൽ ചിലപ്പോൾ 2-3 കൊല്ലം കൂടുമ്പോൾ അത് കേടുവരും. അപ്പൊ അതിന്റെ മെയിൻ്റനൻസ് വർക്ക് വേണ്ടി വരും, പുനരുദ്ധാരണം വേണം. കൃഷിയുടെ കാര്യം അങ്ങനെയാണ്, കുടിവെള്ളത്തിന്റെ കാര്യം അങ്ങനെയാണ്, വെളിച്ചത്തിന്റെ കാര്യം അങ്ങനെയാണ്. നല്ല ഐമാസ്റ്റ് ലൈറ്റുകൾ കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചിട്ടുണ്ടാവും, ഇത് ചിലപ്പോൾ കിട്ടും. അപ്പൊ അത്തരം കാര്യങ്ങൾ കാലവർഷം കുറച്ചാണ് കഴിഞ്ഞാൽ അതൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ പരമ്പരാഗത വികസനങ്ങളിൽ നല്ലൊരു ശ്രദ്ധ കൊടുക്കുന്നതോടൊപ്പം പുതിയ ചില വികസന കാഴ്ചപ്പാടുകൾ. കാരണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വെച്ചാൽ,
ഇത് കടലുണ്ടിപ്പുഴ ഒഴുകുന്നുണ്ടല്ലോ. അതെ അതെ. ഈ കടലുണ്ടിപ്പുഴയുടെ ഇക്കരെ നിന്ന് പഴയ മനുഷ്യരെ അക്കരെ കടന്നത് കൂലം കുത്തി ഒഴുകുന്ന പുഴക്ക് മീതെ ആടി ഉലഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു കടത്തു തോണിയിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെയാണ് ഇവരുടെ വീട് എന്നുണ്ടെങ്കിൽ പുഴക്ക് അക്കരെയാണ് മകളെ കെട്ടിച്ച വീട്. ഈ മകളെ കെട്ടിച്ച വീട്ടിലേക്ക് ബാപ്പ പോണത് ഈ കടത്തു തോണിയിലാണ്. ആ മകളും കുട്ടികളും വിരുന്ന് വരുന്നത് ഈ കടത്തു തോണിയിലാണ്. പഴയ നമ്മളെ കാല ഞാൻ പറയുന്നത് കടത്തു തോണിയിലാണ്. പുഴ നന്നായിട്ടൊന്ന് കുലുങ്ങിയാൽ ആടി ഒലയും. അപ്പൊ ജീവൻ പണയം വെച്ചിട്ടുള്ളൊരു യാത്രയാണ്. ജീവൻ പണയം വെച്ചിട്ടുള്ളൊരു യാത്ര. ആ തോണിയിലിരുന്ന് അവർ ചിന്തിച്ചു. പാലങ്ങളുണ്ടായി. അവരുണ്ടാക്കിയതാണ് പാലങ്ങൾ. നമ്മൾ അതിനെ വിശാലാക്കി കൊടുത്തു. അപ്പൊ അവർ തുടങ്ങിയത് നമ്മൾ തുടർന്നു കൊണ്ടുപോയി. അതാണ് കഴിഞ്ഞത്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഇടവഴികളായിരുന്നു മലപ്പുറത്ത്. ഒരാൾക്ക് കഷ്ടിച്ച് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ഇടവഴികൾ. അപ്പൊ എതിർദിശയിൽ ഒരാൾ വന്നാൽ ഇയാളൊന്ന് ഒതുങ്ങി നിന്ന് കൊടുത്താലേ മറ്റൊക്കെ കടന്നു പോകാൻ പറ്റുള്ളൂ. ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ നട്ടുച്ചക്കും ചൂട്ട് കത്തിച്ച് അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ് കയ്യിൽ കരുതിയിട്ട് അത്ര ഇരുട്ടുള്ള ഇടവഴികൾ പോലും ഉണ്ട്. ആ ഇടവഴികളിൽ നിന്നിട്ടാണ് നമ്മുടെ പഴയ ആൾക്കാർ, ഇപ്പം നമ്മളെ കൂടെ ഇല്ലാത്തവർ പോരാന്ന് ചിന്തിച്ചത്. അത്ര പോരാ. ആ ചിന്തയാണ് ചെമ്മൻ പാതകളും. ആ ചെമ്മൻ പാതകൾ ധാറിട്ട റോഡുകളും അത് റബ്ബറൈസ് ചെയ്ത റോഡുകളായിട്ട് മാറുകയാണ് ചെയ്തത്. അതിന്റെ തുടർച്ചയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ അറിയാൻ കഴിയും. ഏകദേശം നേരം ആ സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ച് കഴിഞ്ഞാൽ ഇരുട്ട് വരും. ഇവിടെ 2-3 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ടോർച്ച്, മെഴുകുതിരി, ഓല കൊണ്ടുണ്ടാക്കിയ ചൂട്ട് 3 ഉണ്ടോ. ടോർച്ച് വൈകുന്നേരം ആയാൽ ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ടോർച്ച് ലൈറ്റ് കയ്യിൽ കരുതും. വെളിച്ചം ഇന്നില്ല. ഐമാസ് ലൈറ്റുകൾ വന്നു. ആ ടോർച്ച് പോയി. ഈ മഗ്‌രിബ് ആയാൽ, മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതായിരുന്നു ചെറുപ്പക്കാരോട് പ്രായം ചെന്നവരുടെ ഉപദേശം. അഥവാ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരുക്കം വേണം. ടോർച്ച് കയ്യിൽ കരുതണം. നല്ല ഒരുക്കത്തിലാണ് ഇറങ്ങുക. ഇന്നതില്ല. ഇന്നത് പോയി. നമുക്കൊക്കെ വാഹനങ്ങളായി. ഈ വാഹനങ്ങളില്ല. നടന്നു പോകണം എന്നുണ്ടെങ്കിൽ തന്നെ നല്ല ഹൈമാസിൽ വെളിച്ച വിപ്ലവം നടന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടായി. അപ്പൊ അത് അവരുടെ ചിന്തയാണ്. ഏത് പഴയ ആൾക്കാരുടെ ചിന്തയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തവർ നിർമ്മിച്ചതാണ് ഈ നാട്, ഇവിടുത്തെ ഈ വികസനത്തിന്റെ കൾച്ചറും. പക്ഷേ നമ്മൾ അതിന്റെ തുടർച്ചക്കാരാണ്. അതിനെ സൗന്ദര്യപ്പെടുത്തുക മാത്രമാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇനി വരുന്ന തലമുറക്ക് വേണ്ടി നമ്മൾ പുതിയ വികസന കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. ഇത് പറയുമ്പോൾ ഞാൻ എന്താ വെച്ചാല് നമ്മുടെ CH മുഹമ്മദ് കോയ സാഹിബ് ഇങ്ങനെ പറയുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾ ചന്ദ്രനിലെത്താൻ ആഗ്രഹിക്കുന്നത്, എന്നാലേ തെങ്ങിന്റെ കുരലില്ലെങ്കിലും എത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ആഗ്രഹിച്ചൊരു സമൂഹം ഇത്തരം എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ കാലിക്കറ്റ് എയർപോർട്ടിന് തറക്കല്ലിടുമ്പോ മനുഷ്യന്മാർ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. സ്വന്തം നാട്ടിൽ എയർപോർട്ട് വരുന്നത്. അപ്പൊ അന്നത്തെ ഭരണാധികാരികളുടെ വീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോ ആ വിമാനം ആകാശത്ത് കൂടെ പോണത് ഒരു നക്ഷത്രത്തിന്റെ വലിപ്പത്തിൽ കാണും. ഒരു എരമ്പല് കേട്ടിട്ട് പൊരക്കാരെല്ലാരും കൂടി പുറത്തിറങ്ങി നിന്നിട്ട് അതിങ്ങനെ നോക്കിക്കും. ആ കാലത്ത് എയർപോർട്ടിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഈ കാട്ടുമുക്കിൽ കൊണ്ടുപോയിട്ട് CH തറക്കല്ലിടുമ്പോൾ ഇവിടുത്തെ 90% മനുഷ്യർക്കും എഴുതാനും വായിക്കാനും അറിയില്ല. വായിക്കാനും അറിയില്ല. ആ യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിടുന്നതിന്റെ ചിത്രം ഒന്ന് നോക്കുങ്ങള്. കഞ്ഞിപ്രാക്ക് ബനിയന്, കള്ളിമുണ്ട്, അരപ്പട്ട, തലയെക്കെട്ട്. ഒറ്റൊന്നിനും എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. അപ്പൊ എവിടുക്ക കൊണ്ടുവന്നത്? ഭയങ്കര ഭാവനയിലേക്ക്. ഇപ്പൊ എൻ്റെ നേതാവ് CD സാഹിബ്, ഞാൻ അത് വളരെ ഇപ്പൊ നമ്മളിതിന്റെ ഭാഗമായിട്ട് മനുഷ്യന്മാർ കേൾക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറയാണ്. 1952 എൻ്റെ ഓർമ്മ. അന്ന് കേരള സംസ്ഥാനം ഉണ്ടായിട്ടില്ല. നമ്മള് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ മദ്രാസ് നിയമസഭയിൽ അംഗമാണ് CD സാഹിബ്. ഒരു ദിവസം CD സാഹിബ് നിയമസഭയിൽ എഴുന്നേറ്റുന്നു. എവിടെ? മദ്രാസ് അസംബ്ലിയിൽ എഴുന്നേറ്റുന്നു. എന്നിട്ട് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു, എൻ്റെ നാടായ മലബാറിൽ ഞങ്ങൾക്കൊരു എയർപോർട്ട് വേണം എന്നറിയോ. 1952. അപ്പോൾ അന്ന് ഈ മലബാർ പട്ടിണിയിലാണ്. ഉടുതുണിക്ക് മറുതുണിയില്ല.
രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രിയില്ല. മനുഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷ ആളുകളും ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്. വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ കുടിച്ച് ജീവിക്കുകയാണ്. നല്ല എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ വിശേഷാൽ ദിവസങ്ങൾ വരണം. അപ്പൊ 10 ചാക്ക് അരി വേണമെന്ന് പറയേണ്ട നേരാ, നല്ല ആശുപത്രി വേണമെന്ന് പറയേണ്ട കാലാണ്, അല്പം വസ്ത്രം തരുമോ സ്കൂൾ തരുമോ എന്നൊക്കെ ചോദിക്കേണ്ട കാലാണ്. ആ കാലത്ത് ഒരു ജനപ്രതിനിധി പറയണം എയർപോർട്ട് വേണം ഞങ്ങൾക്ക്. അപ്പോൾ ആ മനുഷ്യന്റെ ദീർഘവീക്ഷണത്തിന്റെ ആഴം ഒന്ന് അളന്നു നോക്ക്. അപ്പൊ അതെന്താ? അപ്പൊ അങ്ങനത്തെ ദീർഘവീക്ഷണം, നിങ്ങളിപ്പോ നേരത്തെ CH കുറിച്ച് പറഞ്ഞതുപോലെ അങ്ങനത്തെ മനുഷ്യരുടെ ദീർഘദൃഷ്ടിയും ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമാണ് ഈ നാടിനെ എങ്ങനെ മനോഹരാക്കിയത്. അപ്പൊ ഇനി ഒരു വലിയ തലമുറ ഇവിടെ വരാനുണ്ട്. ഇന്ന് 13 വയസ്സുള്ളൊരു കൗമാരക്കാരന് ഇനി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 18 വയസ്സാവും. അപ്പൊ കുട്ടികൾ ഇവിടെ വരികയാണ്, വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾ ലോകം മുഴുവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ലോക ആസകലം സുഹൃത്തുക്കളുണ്ട്. അവരുടെ ലോകം വളരെ വിശാലാണ്. ഒരു മതിലിൻ്റെ അപ്പുറത്തുള്ള അയൽവാസിയോ കൂടെ പഠിക്കുന്ന കുട്ടികളോ മാത്രമല്ല അവന്റെ സൗഹൃദം എന്ന് പറയുന്നത്, ലോകം അവന്റെ സൗഹൃദമാണ്. പല കുട്ടികളും പല രാഷ്ട്രങ്ങളിലുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്താണ് പഠിക്കുന്നത്. അവനെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഒരു രാജ്യക്കാരനാണ്, ഇപ്പുറത്തിരിക്കുന്നത് വേറെ രാജ്യക്കാരനാണ്. അവൻ വേറൊരു രാഷ്ട്രത്തിന്റെ പോയിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള കുട്ടികൾക്ക് വികസനത്തിന്റെ കാഴ്ചപ്പാട് മാറ്റി, അതിന്റെ കൾച്ചർ മാറ്റി, അതിന്റെ സ്വഭാവം മാറ്റി, അതിന്റെ ശൈലി മാറ്റി ഒരു പുതുമയുള്ള കുറച്ച് വികസന അജണ്ടകൾ കൂടി ക്രിയേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള പാവപ്പെട്ടവന്റെ സർക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഈ ത്രിതല സംവിധാനങ്ങളുടെയും കടമയും ബാധ്യതയുമാണ്. അതിലൊരു സംശയമില്ല. എൻ്റെ നാട് സൗന്ദര്യപ്പെട്ട് കാണണം, എൻ്റെ നാട് നന്നാവണം, അത് എനിക്ക് ആസ്വദിക്കാൻ കഴിയണമെന്ന് ചെറുപ്പക്കാർ, പുതിയ തലമുറ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിനനുസരിച്ച് ഭരണാധികാരികളുടെ കാഴ്ചപ്പാട് ഉയരുമ്പോൾ നാട്ടിൽ വലിയ മാറ്റം വരും. പുറത്തൊന്നും പോകേണ്ടി വരൂല, നന്നമ്പ്രയിൽ തന്നെ വരും. ഞാൻ പറയണത് പുറത്തേക്ക് ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള ആളുകളും കൂടി നന്നമ്പ്രയിലേക്ക് ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്ന ഒരവസ്ഥ ഈ 5 കൊല്ലം കൊണ്ട് ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ സംസാരം നടത്താൻ കഴിഞ്ഞതിൽ വളരെ ഒരുപാട് സന്തോഷം. ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെ നമ്മളോട് പറയാനും അതുപോലെ തന്നെ നിങ്ങളെ അറിയിക്കാനും പറ്റി. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്.